സർ, പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയെ ആക്രമിക്കാൻ കോപ്പ് കൂട്ടുന്നതായിട്ട് ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം എക്കണോമിക് ടൈംസ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കശ്മീരിൽ ഒരു അജ്ഞാത വിമാനം അല്ലെങ്കിൽ ഒരു ഡ്രോൺ അവിടെയുള്ള ആളുകൾ ജനങ്ങൾ കണ്ടു എന്നുള്ളത്. പക്ഷെ അത് ഇന്ത്യയുടേതാണോ പാകിസ്ഥാന്റേതാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. നമ്മുടേതാണ്, രാജ്യത്തിന്റേതാണെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ ചിക്കൻ നെക്ക് പിടിച്ചെടുക്കാൻ പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷലായ നമുക്കറിയാം അസീം മുനീറിന്റെ നേതൃത്വത്തിൽ ഒരു നീക്കം നടക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ വാർത്തകളൊക്കെ എത്രത്തോളം ശരിയാണ്? പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായി വലിയൊരു യുദ്ധത്തിനുള്ള ഒരു കോപ്പ് കൂട്ടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണോ? ഇനിയും ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്? അത്തരത്തിൽ ഉള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പം വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. കാരണം മറ്റു പല വാർത്തകളും ഉണ്ടായത് കൊണ്ടായിരിക്കും. കാരണം ഇത് എന്തൊക്കെയോ ഉരുണ്ടു കൂടുന്നു. അതിന് ഉദാഹരണമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ വിമാനത്താവളങ്ങളിലേക്ക് ഈ പറയുന്ന അടിയന്തരമായി മെസ്സേജുകൾ വന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് വിമാനത്താവളങ്ങൾ വളരെ കൃത്യമായിട്ട് എന്തെങ്കിലും പോരായ്മകളോ മെസ്സേജുകളോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം വിമാനത്താവളങ്ങളിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് അലർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ പറയുന്ന ചൈനയിലെ കാശ്മീരിലേക്കുള്ള പട്ടാളക്കാരുടെ അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം ഭയങ്കരമായിട്ട് ഗവൺമെന്റ് നടത്തുന്നുണ്ട്. അപ്പം ഈ ഗറില്ല അല്ലെങ്കിൽ വനത്തിനുള്ളിൽ പോലും CRPFന്റെ ഗറില്ല ഫോമിലുള്ള പട്ടാളക്കാർ അല്ലെങ്കിൽ ഏത് ഭാഗത്തും വളരെ കൂടുതലായിട്ട് അതിർത്തിയിൽ കടന്നു ചെല്ലാൻ പറ്റാത്തതും ഇതുവരെ ഒരുപക്ഷെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടില്ലാത്തതും പ്രയാസകരമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും വളരെ കൂടുതലായിട്ട് ഈ പറയുന്ന പട്ടാളക്കാരെ വിന്യസിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ കരുതലോടുകൂടി അതിർത്തിയിൽ ഇന്ത്യൻ സേന നിൽക്കുന്നു എന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഈ ആഴ്ചകൾ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കും. അപ്പം അതിനകത്ത് നമ്മുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗം ഈ പറയുന്ന സിന്ദൂർ നമ്മൾ നിർത്തിയിട്ടില്ലെന്ന് പറയുമ്പോൾ സിന്ദൂറിന് ശേഷം പാകിസ്ഥാനിനകത്ത് ഉരുണ്ടുകൂടിയിരിക്കുന്ന വിഷയം അല്ലെങ്കിൽ പാകിസ്ഥാനിനകത്ത് ഉള്ള പ്രശ്നം, പാകിസ്ഥാന് പറ്റിയ വിഷയത്തിന് ഒരു തിരിച്ചടി കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനകത്ത് പാകിസ്ഥാനകത്തെ ആഭ്യന്തര പ്രശ്നമുണ്ട്. പാകിസ്ഥാനകത്തെ ഒരു ആഭ്യന്തര പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുനീറിന് അധികാരം പിടിക്കേണ്ടതായിട്ടുണ്ട്. മുനീറിന് അധികാരം പിടിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മുനീറിന് അധികാരം പിടിക്കണമെങ്കിൽ മുനീറിന് ഒരു റീബിൽഡ് ഉണ്ടാവണം. അതായത് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. കാരണം പാകിസ്ഥാന്റെ അകത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ മൊത്തത്തിൽ തകർന്ന് ഈ പറയുന്നത് പോലെ 1 കിലോ നമ്മുടെ ഗോതമ്പ് മാവിന് 2000 രൂപ അല്ലെങ്കിൽ പാലിന് 300 രൂപ ഈ രീതിയിലെ കണക്കിനകത്ത് പൊക്കോണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പം അതിനകത്ത് ഒരു ഭരണാധികാരി ഇപ്പോഴത്തെ ഭരണത്തെ അട്ടിമറിച്ച് അല്ലെങ്കിൽ പട്ടാള ഭരണത്തിൽ കൂടി വരണമെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ആ രാജ്യത്തിനകത്ത് ചെയ്യുന്ന ഒരാളായിട്ട് വരണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ സിന്ദൂറിന് കാരണമായ അല്ലെങ്കിൽ പഹൽഗാം ആക്രമണത്തിന് ശേഷം സിന്ദൂരിലൂടെയുള്ള തിരിച്ചടി, ഈ പഹൽഗാം ആക്രമണത്തിന് പ്രേരണ നൽകുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ അതിന്റെ ഒരാഴ്ച മുമ്പ് നടത്തുകയും അത്തരത്തിൽ ആ പ്രേരണയിലൂടെ വന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആക്രമണം ഓപ്പറേറ്റ് ചെയ്തത് ഈ പറയുന്ന മുനീർ ആകുന്നു അല്ലെങ്കിൽ അത് തന്നെ ആകുന്നു എന്നുള്ള രീതിയിലുള്ള തെളിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടത്. ഇയാൾ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന കാശ്മീർ നമ്മുടേതാണ്, കാശ്മീർ അവരുടെ ജീവശ്വാസമാണ്, അത് നമുക്ക് പിടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്, അതിനുവേണ്ടി ഏത് നില വരെയും പോകും, അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ കാലങ്ങളായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടിയാണ് നമ്മളുടെ ഇപ്പോഴത്തെ തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞതിന് ശേഷമാണല്ലോ ഈ പറയുന്ന ആക്രമണം ഉണ്ടാവുന്നത്. ആക്രമണത്തിന് ശേഷം തിരിച്ചടി. ഇപ്പൊ ആ തിരിച്ചടി ഒരുപക്ഷെ ഈ മുനീർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ആ ഒരു ആക്രമണത്തിന് ശേഷം അയാളുടെ അജണ്ട പാസ്സാക്കുന്നതിന് വേണ്ടി നിൽക്കുകയും അതൊരു വിജയാഘോഷമായിട്ട് ആ രാജ്യത്തിനകത്തെ അവരുടെ പത്രങ്ങളും മറ്റും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സാധാരണക്കാരുടെ ഇടയിലും പ്രചരിപ്പിക്കാൻ നിന്ന സമയത്താണ് അതിനകത്തുണ്ടായ തിരിച്ചടി. ആ തിരിച്ചടിയുടെ സമയത്ത് സിന്ദൂർ ഓപ്പറേഷനകത്ത് ഒരു പട്ടാളക്കാരൻ ആ രാജ്യത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാതെ സ്വന്തം കുടുംബത്തെയും അല്ലെങ്കിൽ സ്വന്തം ജീവനെയും സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോവുകയും ഇവിടെ നമ്മുടെ പട്ടാളക്കാർ ഓരോ ദിവസവും നടന്നിട്ടുള്ള യുദ്ധത്തിന്റെ ഡേറ്റാസ്
ഈ പറയുന്ന തെളിവുകൾ വെച്ച് നിരത്തി പറയുമ്പോൾ അവിടുത്തെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ ഒരു പത്രപ്രസ്താവന നടത്താനോ ഒരു നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഒരു പട്ടാള മേധാവി ഉണ്ടാകാത്ത ഒരവസ്ഥയുണ്ട്. അപ്പം ഇപ്പം ഈ ഇമേജ് തിരിച്ചു പിടിക്കണം. അപ്പം ആ ഇമേജ് തിരിച്ചു പിടിക്കണമെങ്കിൽ അവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾ, അവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്തോ? ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല ഇന്ത്യ ഒന്ന് ആക്രമിക്കും. ഇന്ത്യ ആക്രമിക്കുന്നതിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്ന, കോപ്പ് കൂട്ടുന്ന ആൾക്കാർ അവിടുത്തെ ഈ പറയുന്നത് പോലെ ദൈവതുല്യരായിട്ടുള്ള ആൾക്കാർ. അതുകൊണ്ടാണ് അവിടെ ഈ ഭീകരവാദികൾ നിരന്തരം ഇന്ത്യക്കെതിരെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഭീകരവാദികളെ മത മേലധ്യക്ഷന്മാരായിട്ടും അവരെ വലിയ ഹൈപ്പിലും ഒക്കെ കാണുന്നതിന്റെ ഒരു അവസ്ഥയുണ്ടാവും. അവരുടെ നേതാവായിട്ടും IS-ന്റെ നേരത്തെ നിന്ന സമയത്തും ഭീകരവാദം എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന അസീം മുനീർ, അല്ലെങ്കിൽ ഈ കോട്ടിട്ട സൈന്യ ഭീകരന്റെ കോട്ടിട്ട സൈന്യ മേധാവിയായിട്ടിരിക്കും. അപ്പം അദ്ദേഹത്തിന് തിരിച്ചു വരണമെങ്കിൽ അതിനകത്തൊരു പ്രശ്നം ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. അപ്പൊ ഞാനീ പറഞ്ഞു വന്നത്, തയ്യാറെടുപ്പ് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായിട്ട് ഒരു സപ്പോർട്ട് ഒരുപക്ഷെ മുനീർ പ്രതീക്ഷിക്കുന്നു. മുനീർ ഇപ്പൊ വീണ്ടും നേരത്തെ അമേരിക്ക പോയവര് നമുക്ക് റിപ്പോർട്ട് ചെയ്തതാണ്. അമേരിക്കയിൽ ചെന്ന് ഒരു പ്രധാനമന്ത്രി ചെന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു രാജ്യത്തിനകത്തെ മറ്റു രാജ്യവുമായിട്ട് ഏതെങ്കിലും രീതിയിൽ നയതന്ത്ര ബന്ധം സംസാരിക്കാൻ ആ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ആളെന്നുള്ള രീതിയിൽ ഇപ്പൊ ട്രംപിനെ കാണാൻ അമേരിക്കയിൽ പോകുക, ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ പോകുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അല്ലല്ലോ ട്രംപ് വിളിച്ചത് മുനീറിനെയാണ്. മുനീറിനെ വിളിച്ച് എന്തൊക്കെയോ ചർച്ച ചെയ്തു. അതിനുശേഷം ട്രംപ് പല പല കരാറുകളുടെ കാര്യം പറഞ്ഞു. ഈ കരാറുകളുടെ കാര്യത്തിനകത്ത് ആരാണ് ഇടപെടുന്നത്? ഈ പറയുന്ന അസീം മുനീറാണ്. കഴിഞ്ഞ ദിവസം പെട്രോൾ അല്ലെങ്കിൽ ഓയിൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഓയിൽ കണ്ടെത്തും, ഓയിൽ വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യമൊക്കെ ആവുമെന്ന് പറയുമ്പോൾ, അപ്പൊ അതിനകത്ത് മുനീറിനെ കൊണ്ടുവരുന്നതിനകത്ത് ട്രംപിന് താല്പര്യമുണ്ട്. അത് അവരുടെ സ്വകാര്യ താല്പര്യങ്ങളായിരിക്കും. ഒരുപക്ഷെ മുനീറുമായിട്ടുള്ള ബിസിനസ്, ക്രിപ്റ്റോ കറൻസിയുടെ ബിസിനസ്, അല്ലെങ്കിൽ ആ രാജ്യങ്ങൾ തമ്മിലുള്ള ബിസിനസ്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് നാളെ കാലത്തെ ഒരു കോളനി ആക്കുന്നതിന് വേണ്ടി പാകിസ്ഥാനെ ഉപയോഗിക്കണമെങ്കിൽ മുനീർ ആകുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അത് അവർ തമ്മിലുള്ള ചർച്ചയും, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു വിഷയമാകുമ്പോൾ ട്രംപിന്റെ താല്പര്യം സംരക്ഷിക്കാൻ ട്രംപിന് വ്യക്തിപരമായിട്ട് പണം ഉണ്ടാക്കാം, മുനീറിന് വ്യക്തിപരമായിട്ട് പണം ഉണ്ടാക്കാം. ഒരുപക്ഷെ ആ രാജ്യ താല്പര്യത്തിന് അപ്പുറം കാര്യങ്ങളായിരിക്കും. അത് അവിടെ നിൽക്കട്ടെ. അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, ഒരു പ്രശ്നം ഉണ്ടാകണമെങ്കിൽ, ആ പ്രശ്നം ഒരുപക്ഷെ ഇന്ത്യക്കെതിരെ ആക്കിയാൽ മാത്രമേ ഈ പറയുന്ന മുനീറിനും ഇമേജ് കിട്ടത്തുള്ളൂ. ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്തിയാലേ ഇന്ത്യ, അല്ലെങ്കിൽ അമേരിക്ക ഇപ്പം നമ്മൾ കാണുമ്പോൾ താരിഫ് യുദ്ധത്തിൽ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ താരിഫ് ഉണ്ടാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്ന രാജ്യമാണ് ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യം, 50%. അപ്പം ആ എക്കണോമിക്കൽ ഗ്രോത്തിനെ തടയുന്നതിന് വേണ്ടി ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു സിന്ദൂർ ഓപ്പറേഷനകത്ത് നമ്മൾ വിജയിച്ച് നിൽക്കുകയും വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കി നമ്മളുടെ സാമ്പത്തിക മുന്നേറ്റത്തെ തടയുന്നതിന് വേണ്ടി ഉള്ള ഒരു അറ്റാക്ക് ഉണ്ടാകാം. അതിനുവേണ്ടി മുനീർ ഇപ്പം തയ്യാറെടുക്കുന്നു. അതിനകത്ത് ഒന്ന് രണ്ട് പ്രശ്നമുണ്ട്. അവിടെ ഈ അഫ്ഗാൻ അറിയാലോ, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഏറ്റവും അടുത്ത് വരുന്ന റിപ്പോർട്ട്, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനകത്തുള്ള കടന്നുകയറ്റക്കാരുണ്ട്. അത് അനധികൃതമായിട്ടായിട്ട് 40 ലക്ഷം ഉണ്ടെന്ന് പറയുന്നത്. ലീഗലായിട്ടുള്ളവരുണ്ട്. നമ്മുടെ ഈ ലീഗൽ ആയിട്ട് കടന്നു കയറിയിരിക്കുന്ന ഇന്ത്യയിലും ഉണ്ടല്ലോ. അത് ഏതാണ്ട് 13 ലക്ഷം പേരുണ്ട്. ഈ 13 ലക്ഷം പേരെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഈ 13 ലക്ഷം പേരെ പുറത്താക്കുമ്പോൾ തെഹ്രീക്കെ താലിബാൻ അറിയാമല്ലോ, ഈ അഫ്ഗാൻ ബോർഡറിനകത്ത് തെഹ്രീക്കെ താലിബാൻ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ ബലൂചിസ്ഥാൻ ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ POK-യിൽ വലിയ ഒരു സംഘർഷം നടക്കുന്നുണ്ട്. ബലൂചിസ്ഥാൻ പ്രദേശത്തെ പോലെ തന്നെ ആഭ്യന്തര സംഘർഷം നടക്കുന്ന ഒരു മേഖലയായിട്ട് POK മാറുകയാണ്. POK മാറുകയാണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പക്ഷേ അവിടുത്തെ ഈ പാകിസ്ഥാനുമായിട്ട് വിട്ട്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനോ അല്ലെങ്കിൽ പ്രക്ഷോഭം ഉണ്ടാക്കുന്നതിനോ വേണ്ടിയുള്ള ഒരു ശ്രമം വലുതായിട്ട് നടക്കുന്നുണ്ട്. അത് സിന്ധു മേഖലയിലും മറ്റ് പല മേഖലയിലും ഒക്കെ ഈ പറയുന്നത് പോലെ ഇവരെ പുറത്താക്കുന്ന ഒരവസ്ഥ വന്നാൽ, ഈ 13 ലക്ഷം പേരെ ലീഗലി അവിടെ നിന്ന് പുറത്താക്കുന്ന, അല്ലെങ്കിൽ അഫ്ഗാനിലേക്ക് തിരിച്ചയക്കുന്ന ഒരു അവസ്ഥ വന്നാൽ, ലീഗലി ഉള്ളവർ അവിടെ വലിയൊരു പ്രക്ഷോഭം ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. പ്രക്ഷോഭം ഉടലെടുക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള പ്രക്ഷോഭമല്ല. ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന താലിബാൻ ഗ്രൂപ്പിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാൻ വിമോചന പോരാളികളുടെ ഉദ്ദേശം ബലൂചിസ്ഥാൻ മാത്രമാണ്. POK-യിൽ ഉണ്ടാകുന്ന ഒരു പ്രക്ഷോഭം, അവിടുത്തെ പോരാളികളുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ POK ആ പ്രദേശത്തിന്റെ മാത്രമാണ്. അപ്പം സിന്ധു മേഖലയിലാണെങ്കിൽ ആ പ്രദേശം മാത്രമാണ്. പക്ഷേ ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന
ഈ അഫ്ഗാനിസ്ഥാന്റെ സപ്പോർട്ടോട് നിൽക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് അതിനകത്തുണ്ട്. ആ ഗ്രൂപ്പിന്റെ സ്വാധീനം ഈ പറയുന്നത് പോലെ അവിടുന്ന് കടന്നു കയറിയിരിക്കുന്ന, അവിടെ ഇവർ പുറത്താക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്കുണ്ട്. അത് ലീഗലി ഉള്ളത് 13 ലക്ഷം പറയുന്നു, ഇല്ലീഗലി 44 ലക്ഷം ഉണ്ട്. ഇതൊരു വലിയ പ്രക്ഷോഭമായിട്ട് ഉരുത്തിരിഞ്ഞാൽ അവിടെ ഒരുപക്ഷെ അവിടെ ഇപ്പം നിൽക്കുന്ന, അകത്ത് നിൽക്കുന്ന പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള ഭീകരവാദികളും അല്ലെങ്കിൽ പട്ടാളക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രൂപ്പ് എല്ലാം കൂടെ വരുമ്പോൾ ജനവും പട്ടാളം കൂടെ ഏറ്റുമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഈ പ്രക്ഷോഭം ഉടലെടുത്താൽ അത് POKയിലും വരും. POKയിലാണല്ലോ ഇപ്പം ഏതാണ്ട് 15ഓളം പറയുന്ന പുതിയ ഭീകരവാദ ഗ്രൂപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നത് അതിന്റെ നമ്മൾ ഈ പറഞ്ഞ രഹസ്യാന്വേഷണ റിപ്പോർട്ടാണ്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു, POKയിൽ അവരെ ഹോൾഡ് ചെയ്യുന്നു, ആഫീസ് ചെയ്ത് POKയിൽ ഉണ്ടെന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് POK എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പറയുന്ന തർക്കപ്രദേശമാണ്. നാളെ കാലത്തെ ഈ അവിടെ നിന്ന് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകുകയും അവിടെ നിന്നാകുന്ന പ്രശ്നത്തിനകത്ത് രാജ്യത്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ രാജ്യം അല്ലെ UN ഉൾപ്പെടെ പറയാം അത് POKയിൽ സംഭവിച്ച, ഞങ്ങൾക്ക് യാതൊരു ബന്ധമുള്ള സ്ഥലമല്ല. അപ്പം അവിടെ ഈ പ്രക്ഷോഭം ഉണ്ടായാൽ ഇന്ത്യയിലേക്ക് കടക്കാൻ നിൽക്കുന്ന ഭീകരവാദികളുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയോട് താല്പര്യമുള്ള പാകിസ്ഥാനികളുണ്ട്. അപ്പം ഇന്ത്യക്ക് വലിയ ത്രെട്ടായിട്ട് വരും. ആ സമയം കൊണ്ട് ഇന്ത്യയെ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട്. അതുപോലെയാണ് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പറയാം. ബംഗ്ലാദേശ് നേരത്തെ തന്നെ ഒരു വിഷയത്തിനകത്ത് വന്നതാണ്. കാരണം അവിടെ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിനകത്തും ഈ മുനീറിന്റെ കൂട്ടുവന്ന് ജനസ്വാധീനം കുറഞ്ഞ യൂനസ് പ്ലാൻ ചെയ്ത ഒരു ഓപ്പറേഷൻ ഉണ്ട്. യൂനസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പട്ടാളത്തിനകത്തുള്ള ആൾക്കാരെ വെച്ചിട്ട് ഒരു ആക്രമണം ഇന്ത്യക്കെതിരെ നടത്തി കഴിഞ്ഞാൽ യൂനസിന് അവിടെ ഒരു ഇമേജ് കിട്ടും. ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിയ യൂനസ്, അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ നിൽക്കുന്ന യൂനസിന് ഇല്ലാത്ത ഇമേജ് അവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഓപ്പറേഷൻ നടത്തി. അന്നേരമാണ് നമ്മുടെ ഈ ചിക്കൻ നെക്ക് സ്ഥലത്ത് നമ്മുടെ ഒരു സൈനിക ഓപ്പറേഷൻ പ്രാക്ടീസ് ഒക്കെ അറിയാമല്ലോ, നമ്മൾ തന്നെ ചർച്ച ചെയ്ത വലിയ. അന്നേരം അവിടുത്തെ പട്ടാള നേതാവ് പറഞ്ഞു അവരുടെ അഭ്യാസങ്ങളും മറ്റതും മറിച്ചതും നമുക്ക് കണ്ടല്ലോ, ചുമ്മാതെ കയറി അടിക്കാൻ നിന്ന് അടിച്ച് നിലംപരിച്ചാക്കും പാകിസ്ഥാന്റെ അല്ലെങ്കിൽ ആവുമല്ലോ. അപ്പൊ അതവിടെ അയാളത് മനസ്സിലാക്കി അയാൾ അവിടെ പിടിച്ചു നിർത്തി. അപ്പൊ അത് ഏത് സമയം വീണ്ടും ഓപ്പറേറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ റിപ്പോർട്ട് വരുന്നുണ്ട് ISIയുടെ ഭാഗത്ത് നിന്ന് ബംഗ്ലാദേശിനകത്തെ പട്ടാളത്തിനകത്തും അല്ലെങ്കിൽ പട്ടാളത്തിന്റെ കേന്ദ്രങ്ങളിലും വളരെ കൃത്യമായ സ്വാധീനമുണ്ട്. അപ്പം അവിടെ വെച്ചും ഒരു ഓപ്പറേഷൻ, ഇതിനെല്ലാം കൂടി ഒരു ഒന്നിച്ചൊരു ഓപ്പറേഷൻ. ചിക്കൻ നെക്കിന്റെ ഭാഗത്ത് പ്രശ്നം ഉണ്ടാക്കി അവരുടെ ഭാഗമായിട്ട് നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കി അവരുടെ ഭാഗമാക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അതിനകത്തൊരു ആക്രമണം ഉണ്ടാക്കിയാൽ, ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കിയാൽ യുദ്ധത്തിലേക്ക് പോകുമല്ലോ. അതിനകത്ത് അന്നേരം വേറെ ഈ പറയുന്ന പോലെ പല രാജ്യങ്ങൾക്ക് ഇടപെടാമല്ലോ, യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പക്ഷേ കാശ്മീരിൽ ഉണ്ടാകാം, POKയിലെ വിഷയം ഇന്ത്യയിലേക്ക് വ്യാപിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബംഗ്ലാദേശിനെ ഉപയോഗിച്ച് ചിക്കൻ നെക്കിന്റെ ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ രണ്ട് രാജ്യങ്ങൾ ബംഗ്ലാദേശിനെ സ്വാധീനിച്ച് യൂനസിന്റെ ഭാഗത്തുനിന്നും പ്രശ്നം ഉണ്ടാകാം. മുനീറിന്റെ നിലനിൽപ്പിനും അല്ലെങ്കിൽ ഇന്ത്യയോടൊപ്പം ഉള്ള നീക്കത്തിനകത്ത് അല്ലെങ്കിൽ ഈ അമേരിക്കയ്ക്കുള്ള അതിർത്തി, അമേരിക്ക വിചാരിച്ച കാര്യങ്ങൾ വീണ്ടും കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു സപ്പോർട്ട് കിട്ടും. ഇപ്പൊ പാകിസ്ഥാൻ മുനീർ ഉദ്ദേശിക്കുന്ന വീണ്ടും രണ്ടാമത് പോവുകയാണ് ഉദ്ദേശിക്കുന്ന പറഞ്ഞ അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ ഒരടിയൊക്കെ നടത്തിയാൽ നേരത്തെ കൂട്ടാകുന്ന ഒരു പ്രശ്നമില്ല വിചാരിക്കുകയും ചെയ്യും. അപ്പം അതിനുശേഷം എനിക്ക് അധികാരത്തിൽ വരികയും ചെയ്യണം. രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നല്ലോ. രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ആ രാജ്യത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ഇമേജും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന ഒരു, അല്ലെങ്കിൽ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തമല്ലാത്ത ഒരു പ്രധാനമന്ത്രി ഭരണകൂടം ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ആ രാജ്യത്തിനെ വീണ്ടും രക്ഷിക്കുന്നതിന് വേണ്ടി ആ ഇമേജോട് കൂടി കയറി വരുന്നതിന് വേണ്ടിയുള്ള ഒരു താല്പര്യവും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ക്രിയേഷനും ഒക്കെയാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്. അതിന് ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ വലിയ സപ്പോർട്ടും ഉണ്ട്. അപ്പം അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ സൈനിക ഒരുക്കങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഇന്ത്യ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു, അതിന്റെ റിപ്പോർട്ടുകൾ വരുന്നു, അതിനുവേണ്ടി ഇന്ത്യ തയ്യാറെടുക്കുന്നു. അപ്പം അതിനുവേണ്ടി കഴിഞ്ഞ ദിവസം വേറെ ചില രാജ്യങ്ങൾ വലിയ വലിപ്പത്തിൽ നമ്മൾ വിമാനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. കാരണം ബോർഡറിനകത്ത് മാത്രം നമ്മുടെ പട്ടാളക്കാർക്ക് വിമാനത്തിലിരുന്ന് യുദ്ധം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള വിമാനങ്ങൾ, എനിക്കൊന്ന് ജർമ്മനിയിൽ നിന്നാണ് ബ്രസീലിൽ രാജ്യം ഏതാന്ന് ഞാൻ ഓർക്കുന്നത്, അവിടെ നിന്ന് ഞാൻ 10-40 40 മേടിക്കുകയും അല്ലെങ്കിൽ ഇവിടെ അതിന്റെ സോഴ്സ് കോഡ് വെച്ചിട്ട് ഇവിടെ നിർമ്മിക്കുന്നതിന് വേണ്ടിയൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പം ഈ രീതിയിലൊക്കെയുള്ള തയ്യാറെടുപ്പ് ഒരുപക്ഷെ അത് ഇങ്ങനെ നേരത്തെ ഇല്ലാത്തതുപോലെ 307-ാം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ ഇതുപോലെ ഒരു വലിയ സൈനിക വിന്യാസം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ സിന്ധുവിന് ശേഷം സൈനിക വിന്യാസം അതിർത്തിയിൽ വളരെ കൂടുതലായിട്ടുണ്ട്. ഇപ്പോഴും അത് പിൻവലിച്ചിട്ടും ഒന്നുമില്ല. എന്നാലും ഇപ്പം വളരെ കൂടുതലായിട്ടുള്ള പട്ടാളത്തെ കാശ്മീരിലേക്ക് വിന്യസിക്കുന്നു.
കാശ്മീർ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാശ്മീരിനകത്ത് കഴിഞ്ഞ ദിവസം സിന്ധുവിന് ശേഷം അവിടെ പ്രകടനം നടന്നു, അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന ചില പാർട്ടികൾ പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവന്മാരൊക്കെ ഇപ്പൊ ഇല്ലെങ്കിലും കാശ്മീരിലും ഈ പറയുന്നത് പോലെ കാശ്മീരിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ളവർ പാകിസ്ഥാനെ സഹായിക്കുന്ന വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാരുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പാകിസ്ഥാന്റെ ആൾക്കാരാണ്, ഞങ്ങൾ പാകിസ്ഥാന്റെ, ഇവരെ ഫിൽട്ടർ ചെയ്യാൻ തന്നെ കേന്ദ്ര ഗവൺമെന്റ് വളരെ കൂടുതലായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് കാശ്മീർ വളരെ കൃത്യമായിട്ട് ക്ലിയർ ചെയ്തേ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം അതിന്റെ ഭാഗമായിട്ടാണോ കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരു 30 മിനിറ്റ് ഒരു അജ്ഞാത വിമാനം ഈ കാശ്മീരിന്റെ പ്രദേശത്ത്, അതായത് ആൾക്കാരെല്ലാം പാനിക്കായി പോയി. കാരണം എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ല. അത് ഡ്രോൺ ആണോ വിമാനമാണോ എന്നറിയത്തില്ല. ഏതായാലും ഒരു മിലിറ്ററിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യമാണെന്ന് തന്നെയാണ് എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിനുശേഷം ആ വിമാനം അന്തരീക്ഷത്തിൽ നിന്നും അല്ലെങ്കിൽ ആ കാശ്മീരിന്റെ ആകാശപാതയിൽ നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യൻ പട്ടാളം നമ്മുടേതാണെന്ന് പറഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ ഇത്തരത്തിലൊരു വിമാനം ഇവിടെ കയറിയിട്ടുണ്ടെന്നും ഇന്ത്യയുടെ ഭാഗത്തുനിന്നും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല. ഒരുപക്ഷെ പാകിസ്ഥാന്റെ വിമാനം ഇവിടെ കയറാനുള്ള സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിനുവേണ്ടി പാകിസ്ഥാൻ അത്തരത്തിൽ കടന്നു കയറി ഇപ്പൊ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ അതിനുള്ള ഇത് പാകിസ്ഥാനോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഗവൺമെന്റിനോ ഇപ്പം ഉള്ള ധൈര്യവും ശക്തിയും ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. കാരണം നമ്മുടെ ബോർഡർ കടന്നു കയറി F-35 അവസ്ഥ ഇവിടെ 2-3 മാസം കിടന്നിട്ടാ പോയത്. അപ്പം നമ്മുടെ ബോർഡർ കടന്നു കയറിയാൽ നമ്മുടെ റഡാർ സംവിധാനവും നമ്മുടെ പ്രതിരോധ സംവിധാനം എത്ര വലിപ്പത്തിലായതുകൊണ്ട് അത് നടക്കുന്നത്. അപ്പൊ ഇത് ഒരുപക്ഷെ അവിടുത്തെ ആൾക്കാർ ഇത്തരത്തിലൊരു അറ്റാക്ക് വന്നാൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം വന്നാൽ എങ്ങനെ പ്രതികരിക്കും, അവരുടെ രീതികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം വന്നാൽ എങ്ങനെ കരുതണമെന്ന് അവർക്ക് സ്വയം ബോധ്യപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ സ്വയം സുരക്ഷയ്ക്ക് വേണ്ടി അവർ തയ്യാറെടുക്കുന്നത് എങ്ങനെയാണെന്നോ ഒക്കെ ശീലിപ്പിക്കുന്നതിന് വേണ്ടി പട്ടാളം തന്നെ ചെയ്തതാണോ എന്നറിയത്തില്ല. അതായത് ഒരു വലിയ പ്രശ്നത്തിലേക്ക് ഒരു വലിയ കാര്യം ഉരുത്തിരിയുന്നുണ്ട്. ഒരു അറ്റാക്ക് അതല്ലെങ്കിൽ വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇന്ത്യയിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ രീതിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റുകൾക്ക് വളരെ കൃത്യമായ റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയൊക്കെ നാഷണൽ ഇന്റർനാഷണൽ പത്രങ്ങളും അപ്പം അതിനെപ്പറ്റി തെളിവുകൾ സഹിതം അല്ലെങ്കിൽ കാരണകാര്യ സഹിതം ഒക്കെ റിപ്പോർട്ടുകൾ വെളിയിൽ വിടുന്നുണ്ട്. ഏതായാലും ആ രീതിയിലേക്കുള്ള ഒരു നീക്കമാണ് ഒരുപക്ഷെ കാശ്മീർ പരിശോധിക്കുമ്പോഴും മറ്റു ചില മേഖലയിലും ഇന്ത്യൻ സൈനിക വിന്യാസത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാവും. മുൻപിൽ ഇന്ത്യയെ ആക്രമിച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രകടനം നടത്തുക എന്നുള്ളത് പാകിസ്ഥാന്റെ നിലനിൽപ്പിന്റെ കൂടി വിഷയമായി മാറിയിരിക്കുകയാണ്. പക്ഷെ ഇത്രയേറെ വളർന്നു നിൽക്കുന്ന ഇന്ത്യയെ പോലെ ഒരു ശക്തിയുള്ള രാജ്യത്തെ എങ്ങനെ പാകിസ്ഥാനെ ഇനിയും ആക്രമിക്കാൻ സാധിക്കുമെന്നത് മറ്റൊരു ചോദ്യമാണ്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.